അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം 11 വാക്യം നമുക്ക് വായിക്കാം. നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. യാക്കോബ് തൻ്റെ മകനായ ജോസഫിനോട് പറയുന്ന വാക്കുകളാണ് നാം കേട്ടത്. ജോസഫ് തൻ്റെ വാർദ്ധക്യത്തിലെ സന്തതിയാകയാൽ മറ്റെല്ലാ മക്കളെക്കാളും അവനെ യാക്കോബ് അധികം സ്നേഹിച്ചു. ജോസഫ് കണ്ട ദർശനങ്ങളെക്കുറിച്ച് തൻ്റെ അപ്പനോടും സഹോദരന്മാരോടും പറഞ്ഞിരുന്നതിനാൽ അപ്പനും സഹോദരന്മാരും ജോസഫിനെ പകച്ചു. അന്ന് ആദ്യമായിട്ടാണോ എന്ന് നമുക്കറിയില്ല, ജോസഫിനെ തൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ചു വരുവാൻ ആടിനെ മേയ്ക്കുവാൻ പോയ ജോസഫിൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് യാക്കോബ് ജോസഫിനെ അയച്ചു. അന്ന് യാക്കോബ് ജോസഫിനെ കണ്ടതാണ്. എത്ര വർഷം കഴിഞ്ഞു കാണുമെന്ന് കൃത്യമായി പറയുവാൻ സാധിക്കുകയില്ല, എങ്കിലും കുറഞ്ഞത് 13 വർഷം കഴിഞ്ഞു യാക്കോബ് ജോസഫിനെയോ ജോസഫ് തൻ്റെ അപ്പനായ യാക്കോബിനെയോ കണ്ടിട്ട്. മകൻ കാണാതെ പോയാൽ ആരാണെങ്കിലും കണ്ടു കിട്ടുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്നാൽ തൻ്റെ മകൻ ജോസഫിനെ മടക്കിത്തരണമെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വണ്ണം അത്രയ്ക്കും ഭീകരമായിരുന്നു ജോസഫിൻ്റെ വേർപാട്. കാട്ടുമൃഗം കടിച്ചു തിന്നുവെന്ന് യാക്കോബ് വിശ്വസിക്കത്തക്കവണ്ണം അത്ര പ്രബലമായ തെളിവുകളുമായാണ് ജോസഫിൻ്റെ സഹോദരന്മാർ അപ്പനെ സമീപിച്ചത്. കഴിഞ്ഞ 13 വർഷവും ഈ വിഷയത്തിൽ ദൈവം നിശബ്ദനായിരുന്നു. എങ്കിലും അന്ന് ആദ്യമായി വർഷങ്ങൾക്ക് ശേഷം അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ഭയവുമായ യഹോവയായ ദൈവം യാക്കോബിനോട് പറയുകയാണ്, യാക്കോബെ, ജോസഫ് സ്വന്തം കൈ കൊണ്ട് തന്നെ നിൻ്റെ കണ്ണ് അടയ്ക്കും. ഉൽപ്പത്തി പുസ്തകം 46 അധ്യായം 4 വാക്യമാണ് നാം കേട്ടത്. അതെ, ദൈവം ചിലപ്പോൾ ഇങ്ങനെയാണ്. യാക്കോബിനും തൻ്റെ മകനായ ജോസഫിനും വലിയ വേദന സമ്മാനിച്ച വേർപാടായിരുന്നു അവരുടെ ജീവിതത്തിൽ കടന്നു വന്നത്. യാക്കോബിൻ്റെ മക്കൾ നല്ല ഐക്യതയുള്ളവരായിരുന്നു. ഏകദേശം 13 സംവത്സരങ്ങൾ അവർ ആ രഹസ്യം മൂടിവെച്ചു. ആരും ആ രഹസ്യം അറിഞ്ഞില്ല എന്ന് അവർ ചിന്തിച്ചു കാണും. ഏകദേശം 13 വർഷങ്ങൾക്ക് ശേഷം ആർക്കും എതിർക്കുവാൻ പറ്റാത്ത വിധം അവർ ചെയ്ത പാപം അവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കുകയാണ്. ജോസഫിൻ്റെ സഹോദരന്മാർ പറയുകയാണ്, ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി. ഉൽപ്പത്തി പുസ്തകം 46 അധ്യായം 16 വാക്യത്തിൻ്റെ മധ്യഭാഗമാണ് നാം കേട്ടത്. ആരും കാണുകയില്ല എന്ന് ചിന്തിച്ച് നാം ചെയ്യുന്ന തെറ്റുകൾ കാണുന്ന 2 കണ്ണുകൾ സ്വർഗത്തിലുണ്ടെന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. അതുപോലെ തന്നെ അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങിയാലും തന്നെ ഭയപ്പെട്ട് തൻ്റെ വചനം പ്രമാണിക്കുന്നവർക്ക് വേണ്ടി ഇനി അവർ എവിടെ എത്തിച്ചേർന്നാലും അവർക്ക് സംരക്ഷണവും വിജയവും ഒരുക്കുവാൻ സദാസമയവും ഒരുക്കത്തോടെ തൻ്റെ മക്കളെ ശ്രദ്ധിക്കുന്ന ശക്തനായവന് 2 കണ്ണുകളുണ്ട്. അത് മറ്റാരുടെയും കണ്ണുകളല്ല, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയായ ദൈവത്തിൻ്റെ കണ്ണുകളാണ്. ജോസഫിനെ പൊട്ടക്കുഴിയിൽ ഇട്ടപ്പോഴും അവിടെ നിന്നും വലിച്ചു കയറ്റി ഇസ്മായിലർക്ക് 20 വെള്ളിക്കാശിന് വിറ്റപ്പോഴും അവർ പോത്തിഫേറിന് വിറ്റപ്പോഴും പോത്തിഫേർ തൻ്റെ ഭാര്യയുടെ വ്യാജ വാക്കുകൾ നിമിത്തം ജോസഫിനെ ഉപദ്രവിച്ചപ്പോഴും ജോസഫിനെ പോത്തിഫേർ രാജാവിൻ്റെ കുണ്ടറയിൽ ഇട്ടപ്പോഴും യഹോവ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, അവൻ്റെ അപ്പൻ്റെ കൂടെയും ഉണ്ടായിരുന്നു. എങ്കിലും ദൈവം നിശബ്ദനായിരുന്നു. 2 പേർക്കും വലിയ ഹൃദയവേദന ഉണ്ടായിരുന്നു. 2 പേരും ദൈവസന്നിധിയിൽ നാളുകളോളം കരഞ്ഞു. 2 പേരും തെറ്റുകാർ അല്ലായിരുന്നു. 2 പേർക്കും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും ദൈവം കൊടുത്ത ദർശനങ്ങളും നിറവേറുവാനുണ്ടായിരുന്നു. എന്നിട്ടും ദൈവം ഇടപെടുന്നില്ല. അതേ, ദൈവത്തിന് അവരെക്കുറിച്ച് ചില പദ്ധതികൾ ഉണ്ട്. ആ പദ്ധതികൾ നിറവേറുവാൻ അവർ അനുഭവിക്കുന്ന ഹൃദയവേദനയിലൂടെ അവർ കടന്നുപോയേ ഒക്കൂ. ജോസഫ് തീർന്നുപോയി എന്ന് തീരുമാനിച്ചിരുന്ന സഹോദരന്മാരോട് ജോസഫ് പറയുകയാണ്, ഞാൻ ജോസഫ് ആകുന്നു എന്ന്. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 3 വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഹോദരന്മാർ എത്ര ശ്രമിച്ചാലും എത്ര ഉപായം പ്രയോഗിച്ചാലും ജോസഫിനെ തൊടുവാൻ പോലും ആർക്കും കഴിയാത്ത വിധം അവൻ ദൈവത്താൽ ഉയർത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ജോസഫിൻ്റെ ദർശനം നിവൃത്തിയാകാതിരിക്കുവാൻ അവനെ ആശ്രയിക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ ജോസഫിൻ്റെ എല്ലാ സഹോദരന്മാരും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമായിരുന്നു. കാരണം കനാൻ ദേശത്തും ക്ഷാമം ഉണ്ടായിരുന്നുവല്ലോ എന്ന് ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 5 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ,
ദൈവവചനം അനുസരിച്ച് ജോസഫിനെ പോലെ പാപത്തെ വെറുത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാമെങ്കിൽ സാമ്രാജ്യങ്ങളുടെ ഇമ്പീരിയൽ മുദ്രയുള്ള ഇരുമ്പ് കോട്ടയിൽ നീ അകപ്പെട്ടാലും കോട്ട പൊളിക്കാതെയും മുദ്ര പൊട്ടിക്കാതെയും നമുക്കൊരു ദോഷവും സംഭവിക്കാതെയും യഹൂദന്മാരെ പേടിച്ച് മുറി അടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷനായ കർത്താവായ യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം 9 വാക്യത്തിൽ ജോസഫ് തൻ്റെ മക്കളെ നോക്കിക്കൊണ്ട് അപ്പനായ യാക്കോബിനോട് പറയുകയാണ്, ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ ആണ് ഇവർ എന്ന്. ഇവിടെ എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് സങ്കടദേശം എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 51 52 വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ജോസഫ് തൻ്റെ ആദ്യജാതിന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു. മിസ്രയീം ദേശം തുടക്കത്തിൽ ജോസഫിന് സങ്കടദേശവും കഷ്ടത വരുത്തുന്ന ദേശവും ആയിരുന്നു. എങ്കിലും ഏത് ദേശമാണോ അവനെ സങ്കടപ്പെടുത്തിയതും കഷ്ടപ്പെടുത്തിയതും ആ ദേശക്കാരെ തന്നെ കൊടും ക്ഷാമത്തിൽ നിന്നും രക്ഷിക്കുവാനായി ദൈവം ജോസഫിനെ ഉയർത്തി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴ് ജോസഫ് താഴ്ന്നിരുന്നതിനാൽ ദൈവം അവനെ തക്ക സമയത്ത് ഉയർത്തുകയും അനേകർക്ക് അവനെ തണലാക്കി ആശ്വാസമാക്കി ഉപയോഗിക്കുകയും ചെയ്തു. ഈ ഭൂമിയിൽ നാം എന്ത് നേടി എന്നതിനേക്കാൾ ദൈവത്തിന് വേണ്ടി നാം എന്ത് നേടി എന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ദൈവത്തെ കൂടാതെയുള്ള എല്ലാ പ്രവൃത്തികളും വെറും ശൂന്യമാണ് എന്ന് നാം മനസ്സിലാക്കി കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. വർഷങ്ങൾക്ക് ശേഷം അപ്പനും മകനും കണ്ടുമുട്ടിയപ്പോൾ രണ്ടുപേർക്കും ദൈവത്തെ സ്തുതിക്കുവാൻ വളരെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരെയും തമ്മിൽ അകറ്റുവാൻ ശ്രമിച്ച ജോസഫിൻ്റെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് യാക്കോബ് പറയുകയാണ്, നിൻ്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിൻ്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ. ജോസഫ് അതുപോലെ തന്നെ പറയുകയാണ്, സങ്കടദേശത്ത് ദൈവം എനിക്ക് തന്ന മക്കളാണ് ഇവർ എന്ന്. തൻ്റെ 2 കുഞ്ഞുങ്ങളെ കാണിച്ചു കൊണ്ടാണ് അവൻ പറയുന്നത്. വെന്തുകിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്നും കല്ലുകളെ ജീവിപ്പിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. മനസ്താപമുള്ള മനസ്സിനെ സന്തോഷത്താൽ നിറയ്ക്കുന്നവനാണവൻ. അനേകം വർഷങ്ങൾ യാക്കോബും ജോസഫും വേർപാടിൻ്റെ ദുഃഖം അനുഭവിച്ചു. 2 പേരും പരസ്പരം കാണുവാൻ കഴിയാതെ അനേകം ദിവസം കരഞ്ഞു. എന്നാൽ അവരുടെ സങ്കട സമയത്തും അവർ പാപം ചെയ്യാതെ ദൈവത്തെ പ്രസാദിപ്പിച്ചതിനാൽ ഇതാ ശത്രുക്കൾ കാണുക ദൈവം അവർക്ക് മഹത്വം കൊടുത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ മകനെ, ദൈവമകളെ, നന്മയല്ലാതെ തിന്മ നാം അനുകരിക്കരുത്. നന്മ മാത്രമേ നാം അനുകരിക്കാവൂ. നല്ല മാതൃക കാണിച്ചു തന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിച്ചുകൊണ്ട് തുടർന്നും നമുക്ക് ലക്ഷ്യത്തിലേക്ക് ഓടാം. പാപത്തിനെതിരെ നല്ല പോർ പൊരുതാം, ഓട്ടം തികയ്ക്കാം, നീതിയുടെ കിരീടം പ്രാപിക്കാം. അതിനായി നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ജോസഫിനെ പോലെയും യാക്കോബിനെ പോലെയും നിലവിളിക്കുന്നെങ്കിൽ അങ്ങ് അവരുടെ സങ്കടം മാറ്റി കൊടുക്കണമേ, പ്രത്യാശയാൽ നിറയ്ക്കണമേ, സമാധാനവും സന്തോഷവും കൊടുക്കണമേ, രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. നിരാശ ബാധിച്ച് ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് നിരാശയ്ക്ക് പകരം പ്രത്യാശയാൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.